നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്തിൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണികോമേഴ്സ് ഇ സൊല്യൂഷൻസ് എന്ന ഒരു കമ്പനിയുടെ IPOയെ സംബന്ധിച്ചാണ്. ഇവരൊരു സോഫ്റ്റ്വെയർ സർവീസ് പ്രൊവൈഡറാണ്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇ-കോമേഴ്സ് എനേബിൾമെൻറ്റ് പ്ലാറ്റ്ഫോമാണ് യൂണികോമേഴ്സ് നൽകുന്നത്. ഈ കമ്പനിയുടെ IPO 6-ാം തീയതി മുതൽ 8-ാം തീയതി വരെയാണ് നീണ്ടു നിൽക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 267.57 കോടി രൂപയാണ് ഇവർ മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നതെങ്കിലും അത് പൂർണ്ണമായിട്ടും ഓഫർ ഫോർ സെയിലാണ്. ഒരു പൈസ പോലും കമ്പനിക്ക് ലഭിക്കുന്നില്ല. ഇപ്പോൾ നിലവിലുള്ള ചില പ്രൊമോട്ടേഴ്സ് ഈ ഒരു അവസരത്തിൽ ഓഹരികൾ അവരുടെ കയ്യിലുള്ളതിൻ്റെ ഒരു ഭാഗം വിറ്റഴിച്ച് ലാഭമെടുക്കുന്നു എന്നുള്ളതാണ്. ആ അവസരത്തിൽ നമുക്ക് കമ്പനിയുടെ ഓഹരി ഉടമകളാവാനുള്ള അവസരവും കിട്ടുന്നു. അപ്പം നമുക്ക് ഈ കമ്പനിയുടെ IPO വിശേഷങ്ങളിലേക്ക് ഒന്ന് കിടക്കാം. യൂണികോമേഴ്സ് ഇ സൊല്യൂഷൻസ് ലിമിറ്റഡ് എന്നുള്ള ഈ കമ്പനി 2012 ഗുർഗാവുള്ള ഹരിയാനയിലാണ് രൂപം കൊള്ളുന്നത്. ഇവർ പ്രധാനമായിട്ടും ഒരു സോഫ്റ്റ്വെയർ സർവീസ് പ്രൊവൈഡറാണെന്ന് നമ്മൾ പറഞ്ഞു. അതായത് ഇ-കോമേഴ്സ് എനേബിൾമെൻറ്റ്, ഇ-കോമേഴ്സ് അതിനുള്ളൊരു പ്ലാറ്റ്ഫോമാണ് കമ്പനി നൽകുന്നത്. അവരുടെ ക്ലയൻറ്റുകളെല്ലാം തന്നെ വലിയ ബ്രാൻഡുകളും റീറ്റെയിലേഴ്സും അതുപോലെ തന്നെ ലോജിസ്റ്റിക് പ്രൊവൈഡേഴ്സും ഒക്കെയാണ്. കമ്പനിയുടെ സർവീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വലിയ അവരുടെ ക്ലയൻസിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ സ്മോൾ ആൻഡ് മിഡ് സൈസ് ബിസിനസ് ക്ലയൻസിനും ഒക്കെ വേണ്ടിയിട്ട് അവരുടെ എൻറ്റയർ പോസ്റ്റ് പർച്ചേസ് ഇ-കോമേഴ്സ് ഓപ്പറേഷൻസ് അത് മാനേജ് ചെയ്യുക എഫിഷ്യൻ്റായിട്ട് എന്നുള്ളതാണ് ഈ സോഫ്റ്റ്വെയറുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും വെയർ ഹൗസ് ആൻഡ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് സിസ്റ്റം, മൾട്ടി ചാനൽ ഓർഡർ മാനേജ്മെൻറ്റ് സിസ്റ്റം, പിന്നെ ഒമ്നി ചാനൽ റീറ്റെയിൽ മാനേജ്മെൻറ്റ് സിസ്റ്റം, അതുപോലെ തന്നെ സെല്ലർ മാനേജ്മെൻറ്റ് പാനൽ ഫോർ മാർക്കറ്റ് പ്ലേസസ് ഹൗസ്ഡ് ഇൻ യൂണിവേർ പ്ലാറ്റ്ഫോം, അതുപോലെ മറ്റൊരു സോഫ്റ്റ്വെയർ യൂണിഷിപ്പ് ലോജിസ്റ്റിക് ട്രാക്കിംഗ് ആൻഡ് കൊറിയർ അലോക്കേഷൻ അതിന് വേണ്ടിയിട്ടുള്ളത്. അടുത്തത് യൂണിറെക്കോ ഫോർ പേയ്മെൻറ്റ് റിക്കൺസിലിയേഷൻ. ഇങ്ങനെയൊക്കെയുള്ള വലിയ സർവീസുകളാണ് ഈ ആഫ്റ്റർ പർച്ചേസ് ഇ-കോമേഴ്സ് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് കമ്പനി നൽകിക്കൊണ്ടിരിക്കുന്നത്. യൂണികോമേഴ്സ് ഇ സൊല്യൂഷൻസിൻ്റെ ക്ലയൻറ്റിൽ പറയുകയാണെങ്കിൽ പ്രധാനമായിട്ട് D2C ബ്രാൻഡ്സ്, ബ്രാൻഡ് അഗ്രഗേറ്റർ ഫേംസ്, അതുപോലെ തന്നെ ട്രഡീഷണലി ഓഫ്ലൈൻ ആയിട്ടുള്ള ബ്രാൻഡുകൾ, ഇ-കോമേഴ്സ് റീറ്റെയിലേഴ്സ്, മാർക്കറ്റ് പ്ലേസസ്, തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ് ആൻഡ് ഫുൾഫിൽമെൻറ്റ് പ്രൊവൈഡേഴ്സ്, അതുപോലെ തന്നെ സ്മോൾ ആൻഡ് മിഡ് സൈസ് ബിസിനസ്സസ്, ഇതെല്ലാമാണ് ഇവരുടെ ക്ലയൻസ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് പതിവ് പോലെ ഇതിൻ്റെ പ്രൊമോട്ടേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. ഏസ് വെക്ടർ ലിമിറ്റഡ്, അതായത് പണ്ട് കുറച്ച് നാൾ മുമ്പ് സ്നാപ്ഡീൽ ലിമിറ്റഡ് എന്നറിയപ്പെട്ടിരുന്ന കമ്പനിയാണ് ഏസ് വെക്ടർ ലിമിറ്റഡ്. അവരിതിലെ പ്രധാന പ്രൊമോട്ടറാണ്. പിന്നെ സ്റ്റാർഫിഷ് PTE ലിമിറ്റഡ്, കുനാൽ ഭാൽ, അദ്ദേഹത്തിൻ്റെയാണ് ചിത്രം കൊടുത്തിരിക്കുന്നത്, രോഹിത് കുമാർ ബൻസാൽ, ഇവരൊക്കെയാണ് പ്രധാന പ്രൊമോട്ടേഴ്സ്. ഇവരുടെ കൈവശം ഇഷ്യൂവിന് മുമ്പ് 53.38% ഓഹരികളുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, സോഫ്റ്റ് ബാങ്ക് എന്ന ജാപ്പനീസ് ഫണ്ട്, വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് 29.2% സ്റ്റേക്ക് അവരുടെ കൈവശമുണ്ട്. അതുപോലെ തന്നെ സ്നാപ്ഡീൽ അല്ലെങ്കിൽ ഏസ് വെക്ടർ എന്ന് പറയുന്ന കമ്പനിയുടെ കൈവശം 38.2% ഇപ്പോൾ ഓഹരികളുള്ളത്. B2 ക്യാപിറ്റൽ എന്ന കമ്പനിയുടെ കൈവിൽ ഏകദേശം 10%-ഓളം ഓഹരികളുമുണ്ട്. ഇപ്പോൾ 2015 ഈ സ്നാപ്ഡീൽ അല്ലെങ്കിൽ ഏസ് വെക്ടർ ലിമിറ്റഡ് എന്നൊരു കമ്പനി ഈ യൂണികോമേഴ്സിനെ ഏറ്റെടുക്കുകയായിരുന്നു 2015. പിന്നീട് അവർ 2021 അതിൽ നിന്നൊരു ഏകദേശം ഒരു 30%-നടുത്ത് ഓഹരികൾ ജാപ്പനീസ് വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടായിട്ടുള്ള സോഫ്റ്റ് ബാങ്കിന് വിൽക്കുകയുണ്ടായി. ഇപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും സോഫ്റ്റ് ബാങ്കാണ് ഇപ്പോൾ ഓഹരികൾ വിറ്റഴിക്കുന്നത്. മറ്റ് പ്രൊമോട്ടേഴ്സും കുറേശ്ശെ ഓഹരികൾ വിറ്റഴിക്കുന്നതായിട്ട് കാണാം. അങ്ങനെയാണ് ഇപ്പോൾ ഈ ടോട്ടൽ ഓഫർ ഫോർ സെയിലായിട്ടുള്ള 267.57 കോടി രൂപയ്ക്കുള്ള ഓഹരികൾ ഓഫർ ഫോർ സെയിലായിട്ട് വന്നിട്ടുള്ളത്. മറ്റു കീ ഫാക്ടേഴ്സ് പരിശോധിക്കുകയാണെങ്കിൽ EPS 1.16 P റേഷ്യോ 87.93, റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 18.98%, NAV 6.83 പെർ ഷെയറുമാണ്. ഈ ഇഷ്യൂവിൻ്റെ ലീഡ് മാനേജേഴ്സ് IIFL സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. രജിസ്ട്രാർ ലിങ്ക് ഇൻ ടൈം ഇന്ത്യ,
പ്രൈവറ്റ് ലിമിറ്റഡും. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുള്ളായിട്ടും ഓഫർ ഫോർ സെയിലായിട്ടുള്ള ഒരു ഇഷ്യൂ ആണിത്. അതുകൊണ്ട് തന്നെ ഫ്രഷ് ഓഹരികളുടെ വിൽപ്പന ഇല്ലാത്തതുകൊണ്ട് കമ്പനിയിലേക്ക് ഒരു പൈസ പോലും കിട്ടുന്നില്ല. ഇത് വിൽക്കുന്നത് ഇതിൻ്റെ ഇപ്പോഴത്തെ പ്രൊമോട്ടേഴ്സാണ്. അവർ ആ പൈസ അവരുടെ പോക്കറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണം നേരത്തെ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഇത് ലിസ്റ്റിംഗ് നടക്കുന്നു, ലിസ്റ്റഡ് കമ്പനി ആയിട്ട് മാറുന്നു, കമ്പനിയുടെ ആ ഒരു ഇമേജിന് വ്യത്യാസം വരുന്നു, ലിസ്റ്റഡ് കമ്പനി എന്നുള്ള ഒരു ഉയർന്ന തലത്തിലേക്ക് വരുന്നു. അതോടൊപ്പം തന്നെ ഇനി മാർക്കറ്റിൽ ഈ ഓഹരികൾ വിൽക്കാനും വാങ്ങാനും എളുപ്പമാകുന്നു. അതായത് ലിക്വിഡിറ്റി ഉണ്ടാകുന്നു. കമ്പനിക്ക് ഫ്യൂച്ചറിൽ ഓഹരികൾ ഇനി ഒരു IPOയും ഒക്കെ ആയിട്ട് വരാൻ, ഫണ്ട് റൈസ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമായിട്ട് മാറും എന്നൊക്കെയുള്ളതാണ് ഈ ഇഷ്യൂ കൊണ്ടുള്ള കമ്പനിയുടെ ഗുണങ്ങൾ. ഇനി കമ്പനിയുടെ ഫിനാൻഷ്യൽസ് നോക്കുകയാണെങ്കിലും മികച്ച ഒരു കണക്കുകളാണ് ഇവിടെ കാണുന്നത്. റവന്യൂ 61.36 2022, 23 92.97, 2024 109.43. നെറ്റ് ഇൻകം നോക്കൂ, 6.01 കോടിയാണ് 2022, 6.48 കോടിയാണ് 2023 കമ്പനിയുടെ ലാഭമായിട്ട് കാണുന്നത്. അതുപോലെ 2024 ആയപ്പോഴത്തേക്ക് വളരെയധികം വർദ്ധിച്ച് 13.08 കോടി രൂപയാണ് കമ്പനിക്ക് ലാഭം ഉണ്ടായിട്ടുള്ളത്. അതായത് നമ്മളിപ്പോൾ ഇത് വിശദമായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ ഇതിൻ്റെ റവന്യൂ 2023 നിന്ന് 24 വരുമ്പോൾ 17.71% ഉയർച്ചയാണ് ഉണ്ടായിട്ടുള്ളത്. നെറ്റ് ഇൻകം ആണെങ്കിൽ 101.95% ഉയർന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് യൂണിക് കോമേഴ്സ് സൊല്യൂഷൻസിൻ്റെ IPO ഒറ്റ നോട്ടത്തിൽ ഒന്ന് പരിശോധിക്കാം. ഓഗസ്റ്റ് 6 മുതൽ 8 വരെയാണ് ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. 102 രൂപ മുതൽ 108 രൂപ വരെയാണ് ഇതിൻ്റെ പ്രൈസ് ബാൻഡ്. ഫ്രഷ് ഓഹരികൾ ഒന്നും തന്നെ വിൽപ്പനയ്ക്കില്ല, എല്ലാം തന്നെ ഓഫർ ഫോർ സെയിലാണ്. 276.57 കോടി രൂപയ്ക്കുള്ള ഓഹരികൾ, അതായത് 2.5 കോടി ഓഹരികളാണ് ഇങ്ങനെ വിറ്റഴിക്കപ്പെടുന്നത്. അപ്പോൾ ടോട്ടൽ ഇഷ്യൂ സൈസ് എന്ന് പറയുമ്പോൾ അതാണ് 276.57 കോടി രൂപയ്ക്കുള്ളത്. മിനിമം ഒരു റീറ്റെയിലർ അപ്ലൈ ചെയ്യേണ്ടത് 138 ഓഹരികളാണ്. അതായത് ഒരു ലോട്ട് എന്ന് പറയുമ്പോൾ അങ്ങനെ 13 ലോട്ട് വരെ റീറ്റെയിലേഴ്സിന് അപ്ലൈ ചെയ്യാം. റീറ്റെയിലേഴ്സിന് 10% ഓഹരികളെ കൊടുക്കുന്നുള്ളൂ. ഇതിൻ്റെ ഫേസ് വാല്യൂ 1 രൂപയാണ്. അപ്പോൾ 10% മാത്രം റീറ്റെയിലേഴ്സിനുള്ളൂ എന്ന് പറയുമ്പോൾ 75% ഇൻസ്റ്റിറ്റ്യൂഷൻസിനും 15% HNIസിനുമാണ് കൊടുക്കുന്നത്. ഓഗസ്റ്റ് 9 ഇതിൻ്റെ അലോട്ട്മെൻറ്റ് വരുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നത്. NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യുന്നതാണ്. ഇത് ഓഗസ്റ്റ് 13 ലിസ്റ്റ് ചെയ്യപ്പെടുമെന്നാണ് ഇപ്പോഴത്തെ പ്രതീക്ഷ. ഇത് വാങ്ങണോ വേണ്ടയോ എന്നുള്ള സംശയിക്കുന്നവരോട് പറയാനുള്ളത്, ഇത് നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കി പോകുന്ന ഒരു കമ്പനിയാണ്. നമ്മളിപ്പോൾ നേരത്തെ കണ്ടു, അത് റവന്യൂ സൈഡും അതുപോലെ തന്നെ അതിൻ്റെ അറ്റാദായത്തിലും നല്ല വർധനവുണ്ട്. അതിൻ്റെ നല്ല ഒരു CAGR ഉള്ള കമ്പനിയാണിത്. അതുകൊണ്ട് തന്നെ ഒരു ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിനും ഷോർട്ട് ടേം ഇൻവെസ്റ്റേഴ്സിനും ചെറുതായിട്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് തന്നെയാണ് എൻ്റെ പേഴ്സണൽ വിശ്വാസം. യൂണിക് കോമേഴ്സ് സൊല്യൂഷൻസിൻ്റെ IPO വിശേഷം കേട്ടല്ലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു തംസപ്പ് കൊടുക്കാൻ മടിക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ എഴുതുക. ഇത് വീഡിയോ എല്ലാ രീതിയിലും നിങ്ങൾ എൻകറേജ് ചെയ്യണം. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.